പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനത്തിലൂടെ നമ്മുടെ കർത്താവായ യേശുനാഥൻ നമ്മോട് പറയുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനം നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്താൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള പല മേഖലകളിലും അസാധ്യമാണെന്ന് കരുതുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഓരോ മനുഷ്യനും ഉണ്ടാകാം. ചിലപ്പോൾ രോഗങ്ങളെക്കുറിച്ചാകാം, സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചാകാം, ജീവിത പരാജയത്തെക്കുറിച്ചാകാം. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും പല മേഖലകളിലും വിജയിക്കുകയില്ല. ഞാൻ എന്നെ ജോലി ചെയ്താൽ അത് വിജയിക്കുകയില്ല. എത്രയെത്ര ചികിത്സിച്ചിട്ടും എൻ്റെ ഈ രോഗം സൗഖ്യമാകുന്നില്ല. വെറുതെ ഭിഷഗ്വരന്മാർക്ക്, വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് വെറുതെ കൊണ്ടുപോയി പൈസ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു രോഗം മാറുമ്പോൾ മറ്റൊരു രോഗം വന്നുകൊണ്ടിരിക്കുന്നു. ഈ രോഗത്തിൽ നിന്നും എനിക്ക് വിമോചനമില്ല. അതുപോലെ തന്നെ തലമുറകളായി പലപ്പോഴും കുടുംബത്തിൽ കുടികൊള്ളുന്ന ചില തകർച്ചകൾ പല വ്യക്തികളെയും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. തലമുറയായിട്ട് ഈ തകർച്ചകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചില പാരമ്പര്യ രോഗത്തിൻ്റെതായ ബന്ധനങ്ങൾ, സാമ്പത്തികമായ തകർച്ചകളുടേതാവുന്ന ബന്ധനങ്ങൾ, എത്രമാത്രം അധ്വാനിച്ചിട്ടും ദാരിദ്ര്യം മാറാത്ത അവസ്ഥകൾ, ഇങ്ങനെ പല മേഖലകളിലും നിരാശരായി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ തൊഴിൽ മേഖലകളിൽ, ഏത് മേഖലയിലുമാകട്ടെ, ഓഫീസ് വർക്കാകാം, സർക്കാർ ജോലിയാകാം, പ്രൈവറ്റ് കമ്പനികളിലെ ജോലിയാകാം, അതല്ല എങ്കിൽ കാർഷികമായ മേഖലയിലുള്ള ജോലിയാകാം. ഇത്തരം മേഖലകളിലെല്ലാം പല മേഖലകളിലും പരാജയം സംഭവിച്ച് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാകട്ടെ. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, മനുഷ്യർക്ക് പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റാത്ത മേഖലകളിൽ എൻ്റെ ദൈവം എന്നെ വിജയിപ്പിക്കും. ദൈവത്തിന് ഇതെല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നാം ഓരോരുത്തരും മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തന്ന് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനുഷ്യന് പലതും അസാധ്യമാണല്ലോ, എന്നാൽ ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്ന ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.